എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. നമസ്കാരം. 10:30 അല്ലേ? ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ എന്താണ് വിശേഷം? ഞാൻ ഇന്ന് കുക്ക് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഒരു സാമ്പാർ വെച്ചു. ഒരു സാമ്പാറും ഒരു അവിയൽ ഇങ്ങനെ ഇച്ചിരി കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. കാരണം ചക്കക്കുരു ഇട്ട് ഞാനിന്ന് അവിയലോട്ട് ചക്കക്കുരു മുരിങ്ങാക്കൊക്കെ ഇട്ടപ്പോൾ അത് ഇച്ചിരി കൂടെ ഒന്ന് വേവാനായിട്ട് ഇച്ചിരി കൈവെള്ളം തളിച്ച് അതങ്ങനെ നിൽപ്പുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് പുരണ്ട് കിട്ടണം. ആയി തുടങ്ങി. മതി. അവിയലിന് എന്തൊക്കെയാണ് നമ്മൾ അരയ്ക്കുന്നതെന്ന് അറിയാമല്ലോ. ഒരു ചെറിയ 2 അല്ലി വെളുത്തുള്ളി, ചുമന്ന ഉള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളകും തേങ്ങയും ജീരകവും. അത് ഇച്ചിരി നല്ലോണം അരയ്ക്കണം. അവിയലിന് ഇച്ചിരി ഒന്ന് അങ്ങോട്ട് അരയണം. തേങ്ങ ഒരുപാടങ്ങ് കടിക്കരുത്. തോരത്തിനെ പോലെ കടിക്കണ്ടല്ലോ അവിയലിന് തേങ്ങ. പിന്നെ സാമ്പാർ ഇപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന കൂട്ട് തന്നെ സാമ്പാർ വെച്ചത്. പിന്നെ ഞാൻ ഇതിലിപ്പം പ്രത്യേകിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ കുവൈറ്റിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു പട്ടന്മാരുടെ വീട്ടിൽ ഞാനിങ്ങനെ കുക്ക് ചെയ്തപ്പോഴേക്കും അവിടെ അവർ തേങ്ങ വറുത്തിട്ടായിരുന്നു സാമ്പാറിൽ കേട്ടോ. അങ്ങനെ ഞാനും ഇന്ന് ഒരു തേങ്ങ വറുത്തിട്ടു സാമ്പാർ. ആദ്യം കടുക് പൊട്ടിച്ചിട്ടാണ് ഞാൻ കടുക് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഉലുവയും ഒരു ശകലം ജീരകവും കൂടെ ഇട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ട് നമ്മളങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞിട്ടില്ലായിരുന്നു കടുക് വറുക്കാൻ. എന്നിട്ട് പിന്നെ ആദ്യം നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ കഷ്ണങ്ങളുണ്ടല്ലോ, സാമ്പാർ കഷ്ണങ്ങളെല്ലാം കൂടെ ഉപ്പിട്ട് വേവിച്ചിട്ട് രണ്ടാമത് ഞാൻ ഇച്ചിരി ഒന്ന് നമ്മുടെ അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ച് പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് ഞാൻ തക്കാളിയും മുരിങ്ങാക്കയും പച്ചമുളകും കൂടെ വഴറ്റി, തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ വഴറ്റി, വെണ്ടയ്ക്കയും കൂടെ വഴറ്റിയിട്ട് ഒരു ശകലം കൈവെള്ളം തളിച്ച് കമത്തി വെച്ച് അതൊന്നൊരു വേവായിട്ടാണ് പിന്നെ ഈ സാമ്പാറിനകത്തോട്ട് ചേർത്തത്. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പാകത്തിന് ഇളക്കി നല്ല ചുമന്ന കളറായപ്പോഴത്തേക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചിട്ട് ലാസ്റ്റ് എല്ലാം റെഡി ആയതിന് ശേഷം ഉപ്പുമൊക്കെ പുളി ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ തക്കാളി ചേർത്ത്. നല്ല തക്കാളി ആകുമ്പോൾ നമുക്ക് ചോറിനും എടുക്കാൻ പറ്റും, രാവിലെ നമ്മുടെ കാപ്പിയുടെ ആവശ്യത്തിനുമൊക്കെ ചെയ്യാം. പക്ഷേ നാളെ എടുക്കാം, നമുക്ക് ഒന്ന് കേടായി പോകത്തില്ല. എന്നിട്ട് ഞാനൊരു പിന്നെ ഇതെല്ലാം റെഡി ആയതിന് ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇച്ചിരി കടുവിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്ത് പിന്നെ തേങ്ങ ഇട്ട് വറുത്ത് ഇതിനകത്ത് ഒഴിച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മളിച്ചിരി തേങ്ങയും കൂടെ വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ തേങ്ങ ഇടത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ എറണാകുളത്തുള്ളതാണ് ആ ചേച്ചി കേട്ടോ. ചേച്ചിയും സാറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുക്ക് ചെയ്യാൻ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴവിടെ അവർ ഇങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തു. അത് പക്ഷേ അവരെങ്ങനെയെന്ന് വെച്ചാൽ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ, എത്ര നീളമുള്ളൊരു ക്യാരറ്റ് ആയാലും അത് അത്ര രണ്ടായിട്ട് മുറിക്കും. രണ്ടായിട്ട് മുറിച്ച് 4ആയിട്ട് കീറിയിടും. ചിലപ്പോൾ 2ആയിട്ടായിരിക്കും കീറിയിടുന്നത്. പിന്നെ മുരിങ്ങാക്കയാണെങ്കിൽ അതുപോലെ നല്ല നീളത്തിൽ നമ്മൾ പിതുക്കി നോക്കുമ്പോൾ വെന്തു എന്നുള്ളതല്ലാതെ അതേത് കഷ്ണമായിരുന്നാലും. സാമ്പാറിന് മുന്നേ അവരൊന്നും ചേർക്കത്തില്ല. അവർ വെറും പരിപ്പ്, നമ്മുടെ തോരൻ പരിപ്പല്ല, നമ്മുടെ ചുമന്ന ചെറിയ പരിപ്പ്, ആ പരിപ്പും പിന്നെ മുരിങ്ങാക്കയും പരിപ്പ് വേവിച്ചെടുത്തിട്ട് ആണ് രണ്ടാമത് ഈ മുരിങ്ങാക്കയും ക്യാരറ്റും വെണ്ടയ്ക്കയും കൂടെ അതിനകത്തോട്ടിട്ട് നമ്മൾ വഴറ്റുന്ന കൂട്ടല്ല. അത് തക്കാളി ഒരു തക്കാളിയൊക്കെ 2ആയിട്ട് മുറിച്ച് കീറിയിടും, അല്ലെങ്കിൽ 3ആയിട്ട് കീറിയിടും, അല്ലെങ്കിൽ നമ്മുടെ കണക്ക് പീസാക്കി ഇടില്ല. എന്നിട്ട് അതിനകത്തോട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന നമ്മുടെ സാമ്പാർ പൊടിയെല്ലാം തന്നെ ചേർക്കുന്നത് ശകലച്ചി ചേർക്കുള്ളൂ. എന്നിട്ട് പക്ഷേ അവിടെ അവർ ചെയ്യുന്ന തേങ്ങ വറുത്തിടുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണത്. നമ്മുടെ തീയലും അല്ല സാമ്പാറും അല്ലാത്ത രീതിയിൽ. പക്ഷേ ഇതിപ്പോൾ അത്രയും ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വെച്ചായിരുന്നു. അങ്ങനെ ചെയ്തിരിക്കുവാണ് സാമ്പാറിൽ കേട്ടോ. അങ്ങനെ ഒന്ന് തേങ്ങ വറുത്തിട്ട് നോക്കണേ, നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ അവിയലിന് ശരിയായി. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്നും മീൻ വെച്ചില്ല. പിന്നെ ചോറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. അങ്ങനെ നമ്മുടെ സാമ്പാർ തക്കാളിക്കൊക്കെ വെന്ത് കുഴയില്ല. നമ്മളൊത്തിരി ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോഴേ വെണ്ടയ്ക്കാണെങ്കിലും അങ്ങനെ കിടക്കും. കണ്ടോ, കഷ്ണങ്ങളൊന്നും കുഴഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ.
ഒരു ചെറിയ വീഡിയോ കേട്ടോ.